ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ടാസ്ക് എന്ന് വെച്ചാൽ നമ്മുടെ ക്യാപ്റ്റൻ താച്ചിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്പാനിഷ് ഗാലിയൻ അടിച്ചു മാറ്റാൻ പോവാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ കൂടിയേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അടിച്ചു മാറ്റുന്ന പരിപാടിക്ക് യെസ് ഓർ നോ ക്രൂവിനോട് ചോദിക്കുകയാണ്. താല്പര്യമുള്ളവരില്ലാത്തവർ കൂടെ നിൽക്കുമല്ലോ എന്ന് അറിയാൻ വേണ്ടി. അപ്പം എല്ലാവരും എഡ്വേർഡ് കെൻവേക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതാണ് ക്യാപ്റ്റൻ താച്ച്. ചെങ്ങ അവിടെ കുത്തിച്ചാരി നിൽക്കുക. നമ്മളാണിപ്പോൾ കഷ്ടപ്പെട്ട് അയാൾക്ക് മറ്റേ ഗാലിന് അടിച്ചു മാറ്റി കൊടുക്കണം. നമുക്ക് ഷിപ്പിന്ന് താഴേക്ക് ചാടാം. ചാടി നീന്തിയിട്ട് ഈ ഒരു ഫോറസ്റ്റ് കിടക്കണം, കടന്നിട്ട് അപ്പുറത്തെത്തണം. എന്നിട്ട് വേണം നമുക്ക് ആ ഗാലീൻ്റെ അടുത്ത് എത്താനായിട്ട്. ഇതിന് മണ്ടയിൽ കൂടെ ഒക്കെ വലിഞ്ഞേറി പോകണം ഇനി നമ്മൾ. എന്തൊക്കെ പറഞ്ഞാലും ഗ്രാഫിക്സ് ഒരു രക്ഷയില്ല. ഒരു ഉണ്ടാക്കി വെച്ചേക്കുന്നത് അത്ര അടിപൊളിയായിട്ടാണ്. നമുക്ക് കളിക്കുന്നവർക്കും ആ ഒരു മടുപ്പ് തോന്നില്ല. അത്ര ഭംഗിയായിട്ടാണ് അവർ ഗ്രാഫിക്സും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പം പോയാൽ താഴെ ഈ ഗെയിമിൻ്റെ ഒരു രസം തന്നെ ഇങ്ങനെ പിടിച്ച് ചാടി പിടിച്ച് ഇങ്ങനെ കയറി പോകുന്നതൊക്കെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ മേലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് റെഡ് കളർ ഏരിയ ആണ്, റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇവിടെ ഒരാളുണ്ട്. നമുക്ക് നൈസായിട്ട് അവൻ അറിയാണ്ട് അവനെ തീർക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അവൻ തിരിഞ്ഞാണ് നടക്കുന്നത്. നമുക്ക് പുറകെ കൂടെ പോയിട്ട് അവനെ അടിച്ച് വീഴ്ത്താൻ പറ്റുമോ? ഇല്ല, അവൻ നമ്മളെ കണ്ട്. കുഴപ്പമില്ല, അടുത്ത് വേറെ ആരുമില്ല, അതുകൊണ്ട് പിന്നെ നല്ല അവനെ തീർത്തിട്ടുണ്ട്. ഇവിടെ വെടിവെച്ചൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടെ രണ്ടാളുണ്ട്. നമുക്ക് ഈ കൊമ്പിന് മേലെ കൂടെ പോയിട്ട് അവനെ എയർ അസാസിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അടിപൊളി. അവൻ അറിഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ അവൻ നമ്മൾ പുറകുന്ന് തീർത്തിട്ടുണ്ട്. ഇവിടെ ഒരുത്തനുണ്ട്. അവനെയും തീർത്തിട്ടുണ്ട്. നമ്മൾ ആ സ്പീഡിൽ പോയിട്ട് അടിക്കുന്നതുകൊണ്ട് അവന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് മുന്നേ നമ്മൾ അവന്മാരെ കുത്തി വീഴ്ത്തിയിട്ടുണ്ടാവും. കാടും വഴികളൊക്കെ അത്ര അടിപൊളിയായിട്ടാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്താ പോവാത്ത വഴി അതിൽ തന്നെയാണല്ലോ. ഓക്കെ, ഇങ്ങനെയായിരുന്നു. ഒരു അടിപൊളി വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. നമുക്ക് ഈ ബോക്സ് ലൂട്ട് ചെയ്തിട്ട് പോവാം. കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്. അവിടെ കിടക്കണതാണ് നമ്മുടെ ഗാലിയൻ. നമുക്ക് അവിടെ എത്തണം. അടിക്കോ?
ഉണ്ടെന്നാ തോന്നുന്നത്. ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. ഇവർക്ക് അവിടെ കള്ളൊക്കെ പൊടിച്ച് കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. അവനെ നമുക്ക് നൈസായിട്ട് തീർക്കാം. ഈ തടിയന്മാരുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. നമുക്ക് 4 പേരുള്ളത്. തടിയനെ നമുക്ക് കുറച്ച് റിസ്ക്കാണ് അവനെ അടിച്ച് വീഴ്ത്താനായിട്ട്. അപ്പോൾ അവനെ മാക്സിമം ബാക്കിൽ നിന്ന് വീഴ്ത്താൻ തന്നെ നോക്കണം. വെള്ളം കുടിച്ച് വന്നിട്ട് ഓക്കെ. ആ സ്പീഡ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അവനെയും തീർത്തു. ഇപ്പോൾ ഇവിടെയും ആൾക്കാരുണ്ട്. ഇവിടെ തോക്ക് പിടിച്ചിട്ട് ആരെയും ഉണ്ട്. മേലൊരുത്തനുണ്ടല്ലോ തോക്ക് പിടിച്ചിട്ട്. ദൈവമേ, കണ്ട് ഓക്കേ, സിമ്പിൾ. മേലുള്ളവൻ നമ്മളെ കാണും. നമ്മളെങ്ങനെ പോയാലും അവൻ നമ്മളെ കാണും. നമുക്കതിനെ ഓടിപ്പോയിട്ട് അടിച്ചിട്ടാലോ? യെസ്, ദൈവമേ, ഇവിടെ ഒരു തടിയനുണ്ടായിരുന്നോ? അവന് ഞാൻ കണ്ടില്ല. ആ തോക്ക് പിടിച്ചിട്ടുള്ളത് നമ്മളെ കണ്ട്. ഒരു വെടി കൊണ്ട് ഈ താടിയനെ ഭയങ്കര സീന. രക്ഷോട്ട് ആണ് തീർത്തിട്ടുണ്ട്. പിന്നെ മണ്ടേക്കറാൻ വഴിയൊന്നും കാണുന്നില്ലല്ലോ. സാരില്ല, അവനെ വിട്ടളയാം. അവനൊരു വെടി വെച്ചതാണ് നമ്മളെ. ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് പോവാം. എത്രയും പെട്ടെന്ന് ബോട്ട് ഗാലീൻ്റെ അടുത്ത് എത്താനുള്ള പരിപാടി നോക്കാം. ദൈവമേ, ഇതെന്താണ്? ഇതൊരു പട്ടണം തന്നെയുണ്ടല്ലോ. ഇത് കൂടെ പോകണം, എന്നാലേ നമുക്ക് അപ്പുറത്തെത്താൻ പറ്റും. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ടാസ്ക് ആണല്ലോ. ഇവിടെ ആണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് തൽക്കാലം ബുഷിൽ കൂടെ തന്നെ മറിഞ്ഞു പോവാം. അവിടെ ആരോ നമ്മളെ കണ്ട് അവന് നല്ല ഡൗട്ട് തുടങ്ങിയിട്ടുണ്ട്. ബുഷിനകത്തുള്ളപ്പോൾ നമുക്ക് സുഖാവും മരം തീർക്കാൻ. ഇനി അടുത്താരുമില്ല, ഇനി മുന്നിലുള്ളവനാണ്. അവനെ ഓടിപ്പോയി അടിച്ചിട്ടാലോ? അതാ അപ്പുറത്ത് വേറൊരുത്തം വന്ന് അവനെ നമ്മൾ ഒറ്റയടിക്ക് തീർത്തിട്ടുണ്ട്. നമുക്ക് പോയപ്പോൾ ബുഷിൽ മറിഞ്ഞേക്കാം. ആ ബുഷുള്ളതുകൊണ്ട് നമുക്ക് കുറേയൊക്കെ നമ്മൾ സേഫാണ്. ഇവനും നമ്മളെ കണ്ടു. ബുഷിൻ്റെ ഇടയിലുള്ളവരെ നമ്മൾ സേഫാണ്. ഇനിയിപ്പോൾ ഒളിക്കാനിവിടെ ബുഷില്ല. ഇനിയിപ്പോൾ ഒരേ ഒരു വഴി നേരെ ഓടി ബോട്ടിനോടെ കയറുക എന്നുള്ളതാണ്. നമുക്കിവനെ പുറകെ പോയിട്ട് ഇവനെ അടിച്ചിടാം, എന്നിട്ട് ഓടാം. ഒരുത്തനെ തീർത്ത് തള്ളിയിട്ടുണ്ട്. ഓക്കെ, അവൻ കഴിഞ്ഞു. നമുക്കിനി എന്തായാലും ഒരു കാര്യം ചെയ്യും. ഇവിടെ നിന്ന് അടികൂടി കഴിഞ്ഞാൽ അവന്മാരാണ്. ഇവിടെയൊക്കെ നമ്മളെ കാണുന്നുണ്ട്. അത് ഒരുത്തൻ നമ്മളെ പോയിന്റ് ചെയ്യുന്നുണ്ട്. ഒരു വെടി പൊട്ടി. നമുക്കൊരു കാര്യം, നമുക്ക് വേഗം ചാടി ആ ബോട്ടിൻ്റെ അങ്ങോട്ടേക്ക് പോവാം. നമ്മുടെ ഗാലിയൻ്റെ മണ്ടയിലേക്ക് കയറാം. ജൂലിയൻ ഡുക്കാസെ, ഇവനെയാണ് നമുക്ക് കൊല്ലേണ്ടത്. എന്നിട്ട് ഈ ഗാലിയൻ വേണം നമുക്ക് അടിച്ചുകൊണ്ട് പോയിട്ട് താജിന് കൊടുക്കാൻ. ഇപ്പം നമ്മളങ്ങോട്ട് ഇറങ്ങിയ മണ്ടത്തരാവും. അയ്യോ, ആരോ കണ്ട് താഴോട്ടേക്ക്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. അവൻ വട്ടം ഇറങ്ങിയാൽ വരുന്നതെന്ന് തോന്നുന്നു. നമ്മുടെ ഇവിടെ അടുത്തെത്തുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതാണ് നല്ലത്.
ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരും. അപ്പോൾ നമ്മൾ ശരിക്കും കുടുങ്ങും. നമ്മുടെ കയ്യിലാകെ ഒരു തോക്ക് മാത്രമേ ഉള്ളൂ. അതിലാണെങ്കിൽ 3 ഉണ്ടേ ഉള്ളൂ. ഓക്കെ, അവൻ അടുത്തടുത്ത് വരുന്നുണ്ട്. 29 മീറ്ററും കൂടി. ഞാൻ അടുത്തെത്തുമ്പോൾ നമുക്ക് ചാടി എയർന്ന് അസാസിനേറ്റ് ചെയ്യാം. അടുത്തെത്തി. മോനെ ഡുക്കാസേ. യെസ്, നമ്മളെ കണ്ടു. പക്ഷെ നമ്മളവനെ ഈ ബ്ലേഡ് നമുക്ക് ഇവൻ ഗിഫ്റ്റ് ഒന്നും ആവും കേട്ടോ. അതുകൊണ്ട് തന്നെ അവനെ തീർക്കും നമ്മള്. I'm sorry about this, mate, but I can't risk you telling your Templar friends about me still kicking around. I pity you, Boucanier. After all you have seen, after all we showed you of our order, still you embrace the life of an ignorant and aimless rogue. What's this? Is petty larceny the extent of your ambition? Have you no mind to comprehend the scope of ours? All the empires on Earth abolished, a free and open world, without parasites like you. Que l'enfer que tu trouveras soit le fruit de ton insouciance. ഡയലോഗ് അടിച്ചിട്ടൊന്നും കാര്യമില്ല, അവനെ കൊന്നു നമ്മൾ. അങ്ങനെ ആ ഗാലിയൻ നമ്മുടെ സ്വന്തമായിട്ട്